ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാപ്സ് ആൻഡ് മ്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വിക്ച്വൽ മാർക്കറ്റിലാണ്. ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മാർക്കറ്റാണ് വിക്ച്വൽ മാർക്കറ്റ്. അപ്പം ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് കിട്ടാവുന്ന മിൽക്ക് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് മേടിക്കാം. അതിലും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അടിപൊളി ഫുഡും അതുപോലെ ബിയർ ഗാർഡനും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ചുറ്റിക്കാണാം. മ്യൂണിക് സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വിക്ച്വൽ മാർക്കറ്റിലെത്താനായിട്ട് നിങ്ങൾ ആദ്യം എത്തേണ്ടത് മരിയൻ പ്ലാറ്റ്സിലാണ്. മരിയൻ പ്ലാറ്റ്സിൽ നിന്നും ഒരു 3 മിനിറ്റ്സ് വാക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ വിക്ച്വൽ മാർക്കറ്റിൽ എത്താവുന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ ചെറിയൊരു സണ്ണി ഡേ ആണ്. തണുപ്പൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. അതുമാത്രമല്ല ഈവനിങ് ടൈം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രീറ്റിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് മാർക്കറ്റിൽ. ഈ സൈഡിൽ കാണുന്ന ബിയർ ഗാർഡൻ കണ്ടോ, അവിടെയൊക്കെ ഏതാണ്ട് ഫുള്ളാണെല്ലാം. അപ്പം ഈ സ്ട്രീറ്റിൽ നല്ല തിരക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ വൈബ് എന്ന് പറയുന്നത്. യൂറോപ്പിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പൂക്കളാണ്, പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് പൂക്കടകൾ കാണാം. അപ്പം അതെന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റിൻ്റെ ഹൈലൈറ്റ് ആണ്. ഈ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഇവിടെ ഫാർമേഴ്സ് ഡയറക്റ്റ് കൊണ്ടുവന്ന് വിൽക്കുന്ന വെജിറ്റബിൾസൊക്കെ നമുക്ക് മേടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നതിനെക്കാട്ടി വളരെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്കിവിടുന്ന് വാങ്ങിക്കാം. ഈ ഒരു സലാഡ് വിൽക്കുന്ന ഷോപ്പിൽ പലതരത്തിലുള്ള സലാഡുകൾ കാണാൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പം ഒക്ടോപ്പസിൻ്റെയും പിന്നെ വേറെ ഏതൊക്കെയോ ഫിഷിൻ്റെയൊക്കെ സലാഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വിക്ച്വൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി സലാഡുകളൊക്കെ കഴിക്കാം. ഈ ഒരു മാർക്കറ്റിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പോള് കണ്ടോ, ഈ ഒരു പോളിൻ്റെ പേരാണ് മെയ് പോൾ. അപ്പോൾ ഇതിനകത്തുള്ള ഫിഗേഴ്സ്, സിമ്പിൾസും ഒക്കെ സൂചിപ്പിക്കുന്നത് ഏൻഷ്യൻ്റ് കാലത്ത് നടന്ന ട്രേഡും അതുപോലെ തന്നെ ക്രാഫ്റ്റിനെയൊക്കെയാണ്. അപ്പം ഈ ഒരു മാർക്കറ്റ് തുടങ്ങിയത് 18th സെഞ്ച്വറിയിലാണ്. അപ്പോൾ ഇവിടുത്തെ രാജാവായിരുന്ന മാക്സിമിലിയനാണ് ഈ ഒരു പോള് ഇവിടെ സ്ഥാപിച്ചത്. ഇവിടുത്തെ ഒരു ചീസിൻ്റെ ഷോപ്പാണ്. ചീസ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീസിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട് ഇവിടെ. ഇത് വസാബി കേസയാണ്, വസാബി ചീസ്. അത്യാവശ്യം എരിവൊക്കെ ഉള്ള ടൈപ്പാണ് വസാബി ചീസ്. ഈ കാണുന്നത് ഈ ഒരു മാർക്കറ്റിനുള്ളിൽ തന്നെ ഒരു ഫുഡ് സ്റ്റോളാണ്. ഇവിടെ നമുക്ക് ഫ്രൈഡ് ചിക്കൻ, ഫ്രൈഡ് സോസേജസ്, പിന്നെ പലതരത്തിലുള്ള ബർഗർ, പോമസ് റൈറ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രൈഡ് സോസേജും പോമസ് റൈറ്റ്സുമാണ്. ഇതിലൊന്ന് ടൊമാറ്റോ കെച്ചപ്പും രണ്ടാമത്തത് നമുക്ക് മസ്റ്റാർഡ് സോസുമാണ്. അപ്പോൾ ഈ 2 സോസും നമുക്ക് ഇവിടുത്തെ സോസേജിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചത് വൈറ്റ് സോസേജാണ്. എനിക്ക് റെഡിനെക്കാട്ടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് വൈറ്റാണ്. വൈറ്റ് ഒന്ന് ടേസ്റ്റ് അടിപൊളിയാണ്. ശരിക്കും ഇവിടുത്തെ സോസേജ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെ പോയി കഴിച്ചാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സാധനം. നമ്മുടെ ചുറ്റുപാടും കണ്ടോ, സീറ്റൊക്കെ ഇവിടെ ഫുള്ളായി തുടങ്ങി. കുറേ നാൾക്ക് ശേഷം സണ്ണി ഡേ ആയതുകൊണ്ടായിരിക്കണം എല്ലാവരും കഴിക്കാനൊക്കെ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ എത്തിയിരിക്കുന്നത്. ഈ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ തന്നെ നല്ല ഫ്രഷ്, നല്ല ക്രിസ്പിയാണ്. അവർ ഡയറക്റ്റ് ഇപ്പം ഉണ്ടാക്കി നമുക്ക് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്. ഈ ഒരു പ്ലേറ്റ് ചിക്കൻ സോസേജിൻ്റെയും പോമസിൻ്റെയും വില 12 യൂറോയാണ്.
ഇതിവിടുത്തെ മറ്റൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കണ്ടോ നല്ല രീതിയിലൊരു റെഡ് കളർ പ്രോണിനെയൊക്കെ ഇവിടെ ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഈ മാർക്കറ്റിൽ ഒരു വൈൻ ഷോപ്പാണ്. ജർമ്മനിയിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വൈൻ കിട്ടുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ബവേരിയൻ റീജിയനിലാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി വൈനുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പാർക്ലിംഗ് വൈൻ, റോസ് വൈൻ, പിന്നെ റീസ്ലിംഗ് വൈൻ, ഈ 3 വൈനുമാണ്. റീസ്ലിംഗ് വൈൻ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതുപോലെ തന്നെ 14th സെഞ്ച്വറി മുതൽ പാരമ്പര്യം ഉള്ളൊരു വൈനാണ് റീസ്ലിംഗ് വൈൻ. അപ്പം ഇതെല്ലാം അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു വിക്ച്വൽ മാർക്കറ്റ്. ജർമ്മനിയിലെ നാഷണൽ ഫ്രൂട്ടായ ആപ്പിളിൻ്റെ ഒരുപാട് വെറൈറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഏകദേശം 3000-ഓളം വെറൈറ്റി ആപ്പിൾ ജർമ്മനിയിലുണ്ട്. ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫ്രൂട്ടും ആപ്പിൾ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ആപ്പിൾ വെറൈറ്റി എന്ന് പറയുന്നത് ജോന ഗോൾഡ്, ഗോൾഡൻ ഡെലീഷ്യസ്, പിന്നെ ഗാലയുമാണ്. ഇത് മറ്റൊരു ഫ്രൂട്ട് ഷോപ്പാണ്. ഇവിടെ നമുക്ക് പല വെറൈറ്റി ഓറഞ്ചസ് കാണാം. ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിൽ മേപ്പിൾ വുഡ് വെച്ചിട്ടുണ്ടാക്കിയ പല തരത്തിലുള്ള ക്രാഫ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിവിടുത്തെ മറ്റൊരു ഫ്ലവർ ഷോപ്പാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്ലവർ ഷോപ്പാണിത്. ഈ ഒരു ഫ്ലവറിൻ്റെ വില 90 euro 90 cent ആണ്, ഏതാണ്ട് 20 euro ആയേ. പക്ഷേ ഇത് റോസ് പോയില്ല, പക്ഷെ നല്ല മണമുണ്ട്. നമുക്ക് വീട്ടിൽ വെക്കാനാണെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും. നിങ്ങൾ ഈ കാണുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട് ഷോപ്പാണ്. ഇവിടുത്തെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒന്നാണ് ഡ്രൈഡ് ആപ്പിൾ. അങ്ങനെ നമ്മളൊരു ഇറച്ചിക്കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ്, പോർക്കും ലാമ്പും കിട്ടും. അതുകൂടാതെ തന്നെ അതിൻ്റെയൊക്കെ സോസേജും ഫ്രഷ് സോസേജും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കഴിയും. മാർക്കറ്റിനുള്ളിലെ കാഴ്ചകൾ തൽക്കാലം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ കോഫി കുടിക്കാനായി ഈ ഒരു മാർക്കറ്റിന് സമീപത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങൾ കോഫി കുടിക്കാനായി റിഷാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ റിഷാട്ട് എന്ന് പറയുന്നത് ഈ ബവേരിയയിലെ തന്നെ ഒരു ക്ലാസിക് റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ഇവിടെ മിൽക്ക് കഫേ ഓർഡർ ചെയ്തു, അതായത് മിൽക്ക് കോഫി ഓർഡർ ചെയ്തു. പിന്നൊരു ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു സ്പാനിഷ് വാനില കേക്കാണ്. അപ്പം ഇവിടെ ഒരുപാട് വെറൈറ്റി കേക്കുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബവേരിയയിൽ വരുവാണെങ്കിൽ നിങ്ങൾ റിഷാട്ടിൽ വരണം. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഒരുപാട് വെറൈറ്റി കേക്കുകളും പിന്നെ പല വെറൈറ്റി കോഫികളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കുടിക്കാം. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കോഫി ടൈം ഞങ്ങൾ റിഷാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ഓർത്തു ഇങ്ങോട്ട് വന്നു. വിക്ച്വൽ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ മാക്സിമം മീറ്റ്സ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.